തേങ്ങാപ്പാൽ തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി ഞണ്ടുകറിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കും. ഉള്ളിയില്ലേ അത് നല്ലപോലെ ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ക്ലീനാക്കി വെച്ച രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിടാ. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞണ്ടെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പെല്ലാം